തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെങ്കോട്ട തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചെടുത്തതിനു പിന്നാലെ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നന്ദി തിരുവനന്തപുരം എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. മെസ്സിയെ കാണാത്തതിനെ തുടർന്ന് കൊൽക്കത്തയിൽ ആരാധകരുടെ വൻ പ്രതിഷേധം. കുപ്പികൾ എറിയുകയും കസേരകൾ തല്ലി തകർക്കുകയും ചെയ്തു. മെസ്സിയെ നേരിട്ട് കാണാൻ കഴിയാതെ വന്നതിനുള്ള കടുത്ത നിരാശയാണ് പ്രതിഷേധത്തിന് കാരണമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ കോർപ്പറേഷനുകളിൽ യു.ഡി.എഫിന് വ്യക്തമായിട്ടുള്ള മുന്നേറ്റം, എൽ.ഡി.എഫിന് കനത്ത തിരിച്ചടി. ജനം വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും അവർ കാണിച്ച വർഗീയത തോൽവിക്ക് കാരണമായെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച നേരിട്ടതോടെ വിനിമയ നിരക്കിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി യു.എ ദിർഹം. വ്യാഴാഴ്ച 24 രൂപ 50 പൈസയും വെള്ളിയാഴ്ച 24 രൂപ 58 പൈസ വരെ എത്തി. അടുത്തിടെ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് കടുത്ത ശിക്ഷ കടുപ്പിച്ച് യു.എ. 10 വർഷത്തിൽ കുറയാത്ത തടവും 1,00,000 ദിർഹം പിഴയുമാണ് ശിക്ഷ. ഒരേ ലിംഗത്തിലുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും സമാനമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. ദുബായിലുള്ളവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാൻ പോലീസിന്റെ മൊബൈൽ ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തി. ദുബായ് പോലീസിന്റെ മൊബൈൽ ആപ്പിലെ സർവീസ് വിഭാഗത്തിൽ എൻക്വയറീസ് ആൻഡ് ഫോളോ അപ്പ് എന്ന സെക്ഷനിലാണ് യാത്രാവിലക്കുണ്ടോ എന്നറിയാൻ സാധിക്കുക. റാസൽ ഖൈമയിൽ കാഴ്ചകൾ കാണാൻ വിന്റേജ് ജീപ്പ് സർവീസ്. റാസൽ ഖൈമയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ടൂറിസ്റ്റ് റൂട്ടുകളെ ബന്ധിപ്പിച്ച വിന്റേജ് ജീപ്പ് ടാക്സി സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റാസൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റി. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് ടാക്സി സർവീസ്.